കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. രാധേ രാധേ ശ്യാം. ഏവർക്കും പ്രാണവൃന്ദാവനിലേക്ക് സ്വാഗതം. നമ്മളിന്ന് മറ്റൊരു കൃഷ്ണാനുഭവമാണ് പങ്കുവയ്ക്കുന്നത്. കേൾക്കാൻ കാതോർത്തിരുന്നോളൂ. ഞാനൊരു ഗുരുവായൂർ കൃഷ്ണ ഭക്തയാണ്. പിന്നെ ഞാൻ വന്നിട്ട് ആക്ച്വലി എൻ്റെ വീട് കല്യാണം കഴിച്ചു കൊടുത്തേക്കുന്നത് കൊല്ലങ്കോടാണ്. അപ്പോൾ അവിടെ ഇരിക്കുന്ന സമയത്ത് അധികമൊന്നും വരാറില്ല. അത് കഴിഞ്ഞ് ഞാൻ 2017 ഇവിടെ തൃശ്ശൂർ എൻ്റെ നാട്ടിൽ ഊരകത്ത് താമസം മാറ്റി. അപ്പോൾ അതിൽ പിന്നെ ഞാൻ 2017 എല്ലാ മാസവും 17 മുതൽ എല്ലാ മാസവും ഗുരുവായൂർ വന്ന് തൊഴുമായിരുന്നു. എത്ര ക്യൂ ഉണ്ടായാലും അവിടെ ഗുരുവായൂരപ്പനെ കണ്ട് തൊഴും. പിന്നെ കോവിഡ് വന്നപ്പോൾ അതൊക്കെ നിന്നു. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞ വർഷത്തിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ മരിച്ചു. അപ്പം ഞങ്ങൾ ബ്രാഹ്മണരായതുകൊണ്ട് ഒരു വർഷം അമ്പലത്തിൽ പോയില്ല. അത് കഴിഞ്ഞ് എന്നെ വല്ലാതെ ദുഃഖപ്പെടുത്തുന്ന ഒരു അനുഭവത്തിലാണ് ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡ് പെട്ടെന്ന് മരിച്ചു. വെറും 60 വയസ്സ് തികഞ്ഞില്ല അങ്ങേർക്ക്. 60-ാം പിറന്നാൾ ആഘോഷിക്കാനിരുന്നായിരുന്നു. അതിന് 2 മാസം മുമ്പ് അങ്ങേര് മരിച്ചു പോയി. ഞങ്ങൾക്കത് വല്ലാത്തൊരു ദുഃഖാനുഭവമാണ്. എന്നാലും ഇപ്പം ഞാൻ വീട്ടിൽ നാരായണീയം ജപിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സങ്കടങ്ങളൊക്കെ മറക്കാൻ. പിന്നെ എനിക്കുണ്ടായ അനുഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ മയോപ്പിയ ഉള്ള ആളാണ്. അപ്പോൾ ഷോർട്ട് സൈറ്റ്. അപ്പോൾ ഇങ്ങനെ എനിക്ക് കോയമ്പത്തൂർ അരവിന്ദിലാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കാറ്. അപ്പോൾ അങ്ങനെ റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു ആ സമയത്ത്. അപ്പോൾ ഞാൻ ഭഗവാനെ പേടിച്ചു. റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കാഴ്ചയെ ബാധിക്കണതല്ലേ. അപ്പോൾ ഞാൻ ഇങ്ങനെ മുടങ്ങാതെ നാരായണീയം ഭഗവാനെ വിളിച്ച് നാരായണീയം വായിക്കും. മിറാക്കിൾ എന്ന് പറഞ്ഞ പോലെ ആ റെറ്റിനൽ ഡിറ്റാച്ച് ആയത് തനിയെ അറ്റാച്ചായി തനിയെ ഹീലായി. അപ്പോൾ ഡോക്ടേഴ്സിനത് അത്ഭുതമാണ്. അതായത് ഒരു സർജറി ഒന്നും ചെയ്യാതെ സാധാരണ അത് ഡിറ്റാച്ചായ റെറ്റിന അവരെന്തോ ലേസർ അടിച്ചിട്ടോ അങ്ങനെ എന്തോ ആണ് ചെയ്യുക. അപ്പം നമുക്ക് കണ്ണല്ലേ വല്ലാത്ത ഭയമാണ്. അപ്പം തനിയെ അറ്റാച്ച് ആയിരിക്കണം. അവർക്ക് തന്നെ അതെങ്ങനെ സംഭവിച്ചു എന്നാണ് അരവിന്ദ ഡോക്ടേഴ്സ്. പിന്നെ ഞാനിപ്പോൾ ഇടയ്ക്കൊക്കെ ചെക്കപ്പിന് പോകുമ്പോഴൊക്കെ ഇങ്ങനെ തനിയെ ഹീലായത് അവർ റിപ്പോർട്ട് ചെയ്ത് തരും. വേറെ ഒരു ആസ്പത്രിയിൽ കാട്ടിയപ്പോൾ നിങ്ങൾ സർജറി ചെയ്തിട്ടുണ്ടല്ലോ എന്ന് അവർ ഉറപ്പിച്ച് പറയണം. ആ ഡോക്ടർ, പാലക്കാട് ഒരു ഡോക്ടർ. അപ്പം ഇല്ല, ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ അവർക്ക് വിശ്വാസം വരില്ല. അപ്പോൾ അതാണ് എനിക്കുണ്ടായ ഏറ്റവും വലിയ അനുഭവം. പിന്നെ എൻ്റെ മോൾക്ക് MBBS അഡ്മിഷൻ കിട്ടിയത് ആ നീറ്റ് വന്ന കൊല്ലം MBBS അഡ്മിഷൻ കിട്ടി. അതെന്തൊക്കെയോ മദ്രാസ് തമിഴ്നാട്ടുകാരെന്തോ പ്രശ്നമൊക്കെ ഉണ്ടാക്കി. ആ സമയത്ത് വല്ലാത്ത ടെൻഷനായിരുന്നു. അപ്പോഴും നമ്മൾ നാരായണീയം ജപിക്കൽ മാത്രം. മോൾക്കൊരു പ്രശ്നമില്ലാതെ അവൾ MBBS പാസ്സായി. ഹൗസ് സർജൻസി കഴിഞ്ഞു. അവളിപ്പോൾ UK ഡോക്ടറാണ്. അങ്ങനെ അനുഭവങ്ങൾ എല്ലാം അങ്ങനെ നമ്മൾ ഗുരുവായൂരപ്പനെ മാത്രം വിചാരിച്ച് എനിക്കങ്ങനെ നമ്മൾ എന്ത് വിചാരിച്ചാലും എനിക്കത് ഗുരുവായൂരപ്പൻ നടത്തി തരുമായിരുന്നു. പിന്നെ എൻ്റെ അനിയൻ്റെ കല്യാണം കഴിയാതെ നിൽക്കുമായിരുന്നു. അപ്പോൾ അവന് കല്യാണം കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നാരായണീയം ജപിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ കുറച്ച് വയസ്സധികമായിട്ടാണ് കഴിഞ്ഞത്. എന്നാലും കല്യാണം കഴിഞ്ഞപ്പോൾ വീട്ടിൽ നാരായണീയം ജപിച്ചു. ഒരു സെറ്റ് ആൾക്കാരുണ്ട്. ഒരൊറ്റ ദിവസത്തിൽ നാരായണീയ പാരായണം ചെയ്യുന്നവർ. അപ്പോൾ അങ്ങനെ ഞാൻ ദിവസവും നാരായണത്തിൽ 2-3 ദശകങ്ങളിങ്ങനെ വായിക്കും. അങ്ങനെ ഗുരുവായൂരപ്പനെ വിളിച്ചാൽ നമുക്ക് വിളി കേൾക്കുന്ന. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യം മാത്രം എന്താണ് അങ്ങേരെ എനിക്കിങ്ങനെ വിധിച്ചത്, അങ്ങേരെന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിച്ച് ഇപ്പോഴും ഞാൻ ഗുരുവായൂരപ്പനെ ഭജിച്ചു കൊണ്ട് തന്നെയായിരിക്കുന്നത്. അപ്പോൾ എനിക്കുണ്ടായി ഈ 2 അനുഭവം. എൻ്റെ കണ്ണിൻ്റെ റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് തനിയെ അറ്റാച്ച്മെൻറ്റായി. മകളുടെ MBBS അഡ്മിഷൻ സമയത്ത് നമ്മൾ നാരായണീയം വായിച്ച് ആ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അങ്ങനെ എനിക്ക് 2 അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ 3ാമത് റീസെൻ്റായിട്ട് ഒരു അനുഭവം കൂടി ഉണ്ടായി. എനിക്കിത് പറഞ്ഞ മാതിരി യൂട്രസിൽ ഇങ്ങനെ 54 വയസ്സായിട്ടും എനിക്ക് മെനോപോസ് ആയിട്ടില്ല. ഇടയ്ക്ക് ഇങ്ങനെ ബ്ലീഡിങ് വരും. അപ്പോൾ ഡോക്ടേഴ്സ് ഗൈനക്കോളജിസ്റ്റിനെ കാട്ടിയപ്പോൾ അവർ പാപ്സ്മിയർ ചെയ്യണം, ബയോപ്സി ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ആകെ പേടിയായി. അപ്പോൾ പക്ഷെ ചെയ്തു. ആ റിസൾട്ടിലൊന്നും ഒരു കുഴപ്പവുമില്ല, നോർമലാണ്. ക്യാൻസറസ് ഗ്രോത്ത് ഒന്നും ഇപ്പം ഇല്ല. അങ്ങനെ റിസൾട്ട് കിട്ടി എനിക്ക്. അതും എൻ്റെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഇനി എനിക്ക് 1 കൊല്ലം കഴിഞ്ഞ് എല്ലാ മാസവും ഗുരുവായൂർ തൊഴാൻ പോകാൻ പറ്റണം ആഗ്രഹിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ ഇവിടെ വീട്ടിലിരുന്ന് നാരായണീയം ജപിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയൊക്കെയാണ് നമുക്ക് അനുഭവങ്ങളുള്ളത്. ഹരേ കൃഷ്ണ. നാരായണീയം ഭക്തിയോടെ വായിച്ചാൽ അതിൻ്റെ ഫലം ഉറപ്പാണെന്ന് അമ്മ പറഞ്ഞു തന്ന 3 കഥകളിൽ നിന്നും വ്യക്തമായല്ലോ.
ഭഗവാനിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് നാരായണീയം ജപിക്കുക, മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. ആ മാറ്റങ്ങൾ അത്ഭുതമായിരിക്കും എന്നുള്ളതും ഇവിടെ വ്യക്തമായിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇതുപോലെയുള്ള അനുഭവങ്ങളുണ്ടാവും, ഭക്തി അനുഭവങ്ങളുണ്ടാവും. അത് നമ്മളോട് പങ്കുവയ്ക്കാവുന്നതാണ്. വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാവുന്നതാണ്. അനുഭവങ്ങൾ കേൾക്കാൻ ഒരുപാട് പേര് കാതോർത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പേരൊന്നും വെളിപ്പെടുത്താതെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാം കേട്ടോ. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. രാധേ രാധേ ശ്യാം. താങ്ക് യു.